ശോഭ മേനോൻ തയ്യാറാക്കിയ പുതുവർഷ പുലരി ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് നിഷ ഉണ്ണി. So let's go on to the program. രാഷ്ട്രത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടാടുന്ന പുതുവർഷ ആഘോഷങ്ങളുടെ നാമമാണ്. ഈ പുതുവർഷം നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ വരവേൽക്കുന്നു. മലയാളിയുടെ പുതുവർഷമാണ് വിഷു. മേടം 1-ാം തീയതിയാണ് വിഷു ദിവസമായി കൊണ്ടാടുന്നത്. ആംഗല തിഥിയായ ഏപ്രിൽ 14-നാണ് പൊതുവെ വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന്റെ ഒരു പ്രധാന ചടങ്ങാണ് കണി കാണുന്ന ചടങ്ങ്. ഉരുളിയിൽ അരിയും നെല്ലും ചക്കയും കണിവെള്ളരിയും കൊന്നപ്പൂവും സ്വർണ്ണാഭരണങ്ങളും വാൽ കണ്ണാടി ഇവയെല്ലാം അണിയിച്ചൊരുക്കുന്ന ഒരു മനോഹരമായ ചടങ്ങാണ് വിഷുക്കണി. മുതിർന്നവരും വീട്ടിലെ ഇളയവർക്ക് വിഷു ദിനത്തിൽ നാണയങ്ങൾ നൽകുന്നതിനാണ് വിഷുക്കണി എന്ന് പറയുന്നത്. പിന്നെ ആവട്ടെ പ്രധാനപ്പെട്ട സംഭവം വേറെന്താ, വിഷു സദ്യ തന്നെ. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും ആ സദ്യ തന്നെയാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ അയൽനാട്ടായ തമിഴ്നാട്ടിൽ പുതുവർഷം ചിത്തിരൈ മാസത്തിന്റെ തുടക്കത്തിലാണ് ആഘോഷിക്കുന്നത്. വീട്ടുമുറ്റത്ത് ഗൃഹനായകർ അരിമാവിൽ ഒരു ഭംഗിയുള്ള കോലം വരയ്ക്കുന്നു. ഇത് വീടിന് ഐശ്വര്യവും ഭംഗിയും കൂട്ടുന്നു. വരച്ചു വെച്ച കോലത്തിന്റെ നടുവിൽ കുത്തുവിളക്ക് വെച്ചാൽ ആ വീടിന് സർവാനുഗ്രഹവും ലഭിക്കും എന്നാണ് വിശ്വാസം. ഇവിടെ കേരളത്തിലെ പോലെ തമിഴ്നാട്ടിലും വിഷുക്കൈനേട്ടം കൊടുക്കും, ആശ മുരളിക്ക് കൊടുക്കുന്നത് പോലെ. ഈ ദിവസത്തെ വലിയ മഹാരാഷ്ട്രയിലുള്ളവരുടെ വിശ്വാസം ഗുഡി പടവ എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇതൊരു വിശേഷ ദിവസമാണ്. നമുക്ക് വേണ്ടി ഇവിടെ ഈ ശുഭദിനത്തിന്റെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷമാണ് ഗുഡി സർവ ഐശ്വര്യവും അനുഗ്രഹവും ആവശ്യപ്പെട്ടുകൊണ്ട് എടുത്തു മാറ്റുന്നത്.
നവവർഷോ എന്ന ബംഗാളി പുതുവർഷം ബൈസാഖി മാസത്തെ ആദ്യത്തെ ദിവസമാണ് ആഘോഷിക്കുന്നത്. തമിഴ്നാട്ടിലെ പോലെ വെസ്റ്റ് ബംഗാളിലും അതിൽ നടുവിൽ വെള്ളം നിറച്ച കുടം വയ്ക്കും. ഒരു കലശമുണ്ടാക്കി അതിൽ ശ്രീ ഗണേശ ഭഗവാനെയും ലക്ഷ്മി ശംഖു ഊതുന്നത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. പുതുവർഷത്തിന്റെ തലേ ദിവസത്തിൽ ചൈത്ര സംക്രാന്തി ആഘോഷിക്കും. ബൈസാഖി പഞ്ചാബ് സംസ്ഥാനത്തിലെ ഗുരു ഗോവിന്ദ് സിംഗിന്റെ പിറന്നാൾ. അതുകൂടാതെ ഖൽസ എന്ന പ്രമുഖ സംഘടന രൂപീകരിച്ച നാൾ കൂടി. വിഭവങ്ങളായ മഖീരി റോട്ടി, സർസോം കാ സാഗ്, ജലേബി, ലസ്സി എന്നിവയെല്ലാം ഉണ്ടാക്കിയാണ് പഞ്ചാബികൾ ബൈസാഖി ആഘോഷിക്കുന്നത്. സർവ അനുഗ്രഹവും ഐശ്വര്യവും വീടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചാബികൾ ഈ മനോഹരമായ ഐശ്വര്യയും ഈ സദ്യ ഉണ്ണാനാണ് ഓടി വരുന്നത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഇതിനെ പോലെ തന്നെ പഞ്ചാബികൾ ആടിപ്പാടിയാണ് ആഘോഷിക്കുന്നത് പുതുവർഷം. ഇവിടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിക്കുന്നു. ഈ പുതുവർഷ ആരംഭത്തിൽ ഏവർക്കും സന്തോഷവും ഐശ്വര്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പരിപാടി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടി ഒരുക്കി തരാൻ സഹായിച്ച ഏവർക്കും ഞങ്ങളുടെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. നന്ദി, നമസ്കാരം.